ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യശ്രോതാക്കളും യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. സത്യദൈവവും നിത്യജീവനുമാകുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തൃപ്പാദമെന്ന ഈ ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയം സംബന്ധിച്ച് അവിടുത്തെ താഴ്മ, മനസ്സലിവ് എന്നീ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിക്കുവാൻ കർത്താവ് കൃപ നൽകി. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്. ആ ചിന്തിച്ച വിഷയത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് ഇന്ന് പ്രവേശിക്കാം. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു താഴ്മയും സൗമ്യതയും ഉള്ളവനാണെന്ന് സ്വയം അവകാശപ്പെട്ടു. താഴ്മ എന്ന ഭാഗം കഴിഞ്ഞ ദിവസം നാം പഠിച്ചു. ഇന്ന് സൗമ്യത എന്ന വിഷയം നമ്മൾ പഠിക്കുകയാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലെ സൗമ്യത. കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ അതിസൗമ്യനായിട്ട് ജീവിച്ചതായിരിക്കുന്ന വ്യക്തിയാണ്. മോശെ എന്ന പ്രവാചകനെയും ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരിലും വെച്ച് അതിസൗമ്യൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ദൈവമക്കളാകുന്ന നമ്മെക്കുറിച്ചും ദൈവവും അതുപോലെ ലോക മനുഷ്യരും സൗമ്യന്മാർ എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു ജീവിതം ഈ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും നയിക്കാം. നമ്മുടെ കർത്താവായ യേശുവിന്റെ സൗമ്യത വെളിപ്പെടുന്ന അനേകം തിരുവെഴുത്തുകൾ, തിരുവചന ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യത്തിൽ താൻ അറിയാതെ തന്നിൽ നിന്നും സൗഖ്യം പ്രാപിച്ചതായിരിക്കുന്ന സ്ത്രീകളോട് കർത്താവ് പറഞ്ഞത്, സമാധാനത്തോടെ പോക, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്ക എന്നാണ്. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 33-34 വാക്യങ്ങളിലും ഈ കാര്യം കാണാനായിട്ട് കഴിയും. താൻ പോലും അറിയാതെ തന്നിൽ നിന്നും സൗഖ്യം പ്രാപിച്ചതായിരിക്കുന്ന സ്ത്രീകളോട്, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഞാൻ അറിയാതെ ചെയ്തു, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചു എന്ന് അവരെ ചോദ്യം ചെയ്യാനായിട്ട് കർത്താവ് മുതിർന്നില്ല. പിന്നെയോ അവിടുന്ന് അവരെ അനുഗ്രഹിച്ച് സമാധാനത്തോടെ അയക്കുകയായിരുന്നു. കർത്താവിന്റെ സൗമ്യതയാണ് ആ ഭാഗത്ത് വെളിപ്പെടുന്നത്. നമ്മുടെ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം തന്നെ നേരിട്ട് കാണാത്തതായിരിക്കുന്ന സംശയിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന തോമസ് കർത്താവിനെ നേരിട്ട് കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് തീർത്ത് പറഞ്ഞു. എന്നാൽ ആ തോമസിനെ കർത്താവ് ശാസിക്കുകയല്ല ചെയ്തത്. പിന്നെയോ തോമസ് ഉള്ളപ്പോൾ വീണ്ടും തോമസിന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടിട്ട് തന്റെ വിലാപ്പുറവും കൈകളും കാലുകളും കാണിച്ച് താൻ തന്നെയാണ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന് തെളിയിക്കുകയുണ്ടായി. യോഹന്നന്റെ സുവിശേഷം 20-ാം അധ്യായം 24, 25, 29 വാക്യങ്ങൾ. തോമസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുകയും ആശ്വാസവചനങ്ങൾ പറയുകയും ചെയ്തു. പത്രോസ് അപ്പോസ്തലൻ, അദ്ദേഹം കർത്താവിനെ പലതവണ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. തള്ളിപ്പറഞ്ഞിട്ടും മടങ്ങി വന്നതായിരിക്കുന്ന പത്രോസിനെ തന്റെ ഇരു കൈകൾ നീട്ടി ഗുരുവായിരിക്കുന്ന ക്രിസ്തു സ്വീകരിക്കുന്നു. ഇത് സൗമ്യതയുടെ ഏറ്റവും വലിയ തെളിവാണ്. മാത്രമല്ല, തന്നെ വിട്ട് പഴയ പ്രവൃത്തിക്ക് പോയതായിരിക്കുന്ന പത്രോസും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും, അതായത് അദ്ദേഹം സ്വയാശ്രയബോധം ഉള്ള വ്യക്തിയായിരുന്നു. എന്നാൽ അതിനെ തിരുത്തി കർത്താവായ യേശു അദ്ദേഹത്തെ വീണ്ടും ദൈവവേലയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോസ്തലത്വം എന്ന പദവിയിലേക്ക് കൊണ്ടുവരുന്നു. യോഹന്നന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യൂദ തന്നെ ഒറ്റുകൊടുത്തു. ഒറ്റുകൊടുക്കാനായിട്ട് വന്നതായിരിക്കുന്ന യൂദ ഗെത്സമന തോട്ടത്തിലായിരിക്കുന്ന കർത്താവിനെ ചുംബനം കൊണ്ട്
കാണിച്ചു കൊടുക്കാനായിട്ടെടുക്കുമ്പോൾ സ്നേഹിത എന്ന് വിളിച്ചാണ് കർത്താവ് യൂദയെപ്പോലും സംബോധന ചെയ്തത്. തന്നെ കാണിച്ചു കൊടുക്കാനാണ് യൂദ വരുന്നതെന്നും യൂദ അതിന് തക്കതായിരിക്കുന്ന കൂലി യഹൂദന്മാരിൽ നിന്നും പ്രാപിച്ചിട്ടുണ്ടെന്നും എല്ലാം ഉള്ള വ്യക്തമായിരിക്കുന്ന ബോധം ദൈവമാകുന്ന കർത്താവിനുണ്ടായിരുന്നിട്ടും തൻ്റെ ശത്രുവിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കുന്ന, ചുംബനം കൊണ്ട് തന്നെ ഒറ്റി കൊടുക്കുന്നതായിരിക്കുന്ന യൂദയെ സ്നേഹിത എന്ന് വിളിച്ച് സൗമ്യത എന്താണെന്നുള്ള കാര്യം ലോകത്തിന്റെ മുമ്പാകെ അവിടുന്ന് വിളംബരം ചെയ്തു. സബദി മക്കളെ തിരുത്തുന്നവനാകുന്ന കർത്താവ്, സബദി മക്കൾ ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും ഉന്നതമായിരിക്കുന്ന സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ മുമ്പിലേക്ക് അവർ വരികയാണ്. പുനരുത്ഥാനത്തിൽ കർത്താവ് രാജാവായി വാഴുമ്പോൾ തൻ്റെ 2 മക്കൾ അപ്പുറവും ഇപ്പുറവുമായിരിക്കണം, വലത്തും ഇടത്തുമായിരിക്കണമെന്ന് അവരുടെ അമ്മ ആവശ്യപ്പെടുന്നു. എന്നാൽ ഒരിക്കലും കർത്താവ് അവരെ ശാസിക്കുകയോ ആ രീതിയിൽ അവരോട് കോപിക്കുകയോ ചെയ്തില്ല. പിന്നെയോ പിതാവാകുന്ന ദൈവം ആർക്ക് വരം നൽകിയിരിക്കുന്നുവോ അതവർക്ക് പ്രാപിക്കാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞ് ശാന്തമായിട്ട് കർത്താവ് അവരെ ഉപദേശിക്കുന്നു. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതായിരിക്കുന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ശിഷ്യന്മാർ, കർത്താവ് അവരെ തിരുത്തുകയും സൗമ്യതയോടുകൂടി ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തിയിട്ട് നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആകണം എന്ന് കർത്താവ് പഠിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. നിഷ്കളങ്കതയും സൗമ്യതയും ദൈവമക്കൾക്കുണ്ടാകേണ്ടതാണ്. അവിടെ വലിപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ പൊങ്ങച്ചത്തിൻ്റെയോ മുഖപക്ഷത്തിൻ്റെതായ ഭാവങ്ങളൊന്നും ഉണ്ടാകുവാൻ തക്കവണ്ണം പാടുള്ളതല്ല. ശിശുക്കളെ പോലെ തിരിഞ്ഞ് ദൈവകൃപയിൽ നമ്മളായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം എന്ന ആ കർത്താവായ യേശുവിൻ്റെ സൗമ്യതയുടെ ഉപദേശം ശരിയായിട്ട് അംഗീകരിക്കുവാൻ അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഏറ്റവും സൗമ്യതയോടുകൂടി ഈ ലോകത്തിൽ ഇടപെട്ടു എന്നുള്ളതായിരിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നു. ക്രൂശിൽ കിടക്കുമ്പോഴും തൻ്റെ മുഖത്ത് തുപ്പി തന്നെ ആളല്ല എന്ന് തോന്നുമാറ് അടിച്ച് വിരൂപമാക്കി കർത്താവിൻ്റെ മുഖത്ത് തുപ്പി ഏറ്റവും ഹീനമായിട്ട് കർത്താവിനെ അവർ അവഹേളിക്കുമ്പോഴും ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവായ യേശു സൗമ്യതയോടുകൂടി പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ യാചിക്കുകയാണ്. ഇത്രയും വലിയൊരു മാതൃകാ പുരുഷനെ ഈ ലോകത്ത് കാണുവാൻ തക്കവണ്ണം കഴിയുമോ? ഈ രീതിയിൽ ലോകത്തിന് മുമ്പാകെ സൗമ്യതയോടുകൂടി ഇടപെടുന്നതായിരിക്കുന്ന മറ്റൊരു വ്യക്തിത്വത്തെ ഈ ഭൂമുഖത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുമോ? ഒരു നാളും കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവായ യേശു എത്രയോ താഴ്മയുള്ളവനായിരുന്നു എന്നുള്ള ആ പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ആ സൗമ്യതയും താഴ്മയും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് ഈ പ്രഭാതത്തിൽ ദൈവമാകുന്ന കർത്താവ് എല്ലാവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ സൗമ്യതയെ നമുക്ക് മാതൃകയാക്കി ഈ പ്രഭാതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിച്ച എല്ലാ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും ദൈവമായ കർത്താവ് വീണ്ടും ആശീർവദിക്കട്ടെ. എല്ലാ നന്മകളും ഉയരത്തിൽ നിന്നും നൽകട്ടെ. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായിരിക്കുന്ന നാമം വീണ്ടും ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.